ഇന്ന് നമ്മൾ വണ്ടിയെ എന്താ പറയുക ആ ഒരു ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി പോവാണ്. ഭയങ്കര എക്സൈറ്റ് ആണ്. എനിക്കുള്ളൊരു സങ്കടം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ഒരുപാട് വണ്ടികൾ ഇറങ്ങുണ്ടോ. വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ RC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല. നമ്മുടെ സ്പ്ലെൻഡറുടെ വർക്കെല്ലാം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തന്നെ രണ്ടാമത്തെ തവണയായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് അതിനെക്കാട്ടിലും ഒന്നുകൂടെ ബെറ്റർ ഫെസിലിറ്റീസ് എല്ലാം വന്നപ്പോൾ അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ കാര്യം എന്താ വെച്ചാൽ കുറേ ആയിട്ട് നമ്മുടെ വണ്ടി വർക്ക് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്കുവാണ്. വണ്ടി കയ്യിലില്ലായിരുന്നു. ഇന്ന് നമ്മൾ വണ്ടിയെ എന്താ പറയുക ആ ഒരു ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി പോവാണ്. ഭയങ്കര എക്സൈറ്റ് ആണ്. കിട്ടിയിട്ട് ഏകദേശം 3-4 ദിവസമായിട്ടുണ്ട്. അതിന് മുകളിൽ ആയി കാണും. പക്ഷേ അത് പുറത്ത് കാണിക്കാണ്ട് അത് റിവീൽ ചെയ്യാണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുവാണ്. അതിൻ്റെ ഒരു ഇടപാട് അതല്പം കൂടുതലാട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വണ്ടിയെ കാണിച്ചു തരാം. അപ്പം വണ്ടിയുടെ റിവീലിംഗ് സംഭവം എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2-3 മാസത്തോളം ആയി നമ്മൾ വണ്ടി വർക്കിനിട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വർക്ക് പ്രതീക്ഷിച്ചല്ല. വർക്കിന് ഇടുമ്പോഴും ഈ ഒരു രീതിക്കുള്ള വർക്കൊന്നും പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ഈ ഒരു വർക്കിലോട്ടൊക്കെ എന്നെ എത്തിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ടാങ്കിലെല്ലാം ചെറിയ സ്ക്രാച്ച് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ ആക്കണം, ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യണം. ആ ഒരു രീതിക്ക് പെയിൻറ്റിങ്ങിന് കയറ്റിയായിരുന്നു. അപ്പോൾ കുറച്ചധികം സംഭവങ്ങൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് വർക്ക് എടുത്തിട്ടുണ്ട്. ലുക്ക് ഇടപെടൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സ് എല്ലാം ചേഞ്ച് ചെയ്ത്. അപ്പോൾ ആ ഒരു പുതിയ ലുക്കൊന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് വാ. ഇതാണ് കേട്ടോ നമ്മുടെ മുതൽ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിൽ ജസ്റ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലോങ്ങൊക്കെ പോകുമ്പോൾ നൈറ്റ് ഒന്നും കൂടി വിസിബിൾ കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ മൾഗാർഡെല്ലാം നമ്മുടെ ട്വിസ്റ്റർ തന്നെയാണ്. പിന്നെ ഫോർക്ക് ഗാർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കസ്റ്റമൈസ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മെയിൻലി ആ ഒരു ചേഞ്ച് എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു ഗ്രാഫിക്സ് ഈ ഒരു രീതിയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ മീറ്റർ സംഭവമെല്ലാം നമ്മൾ പുതിയതാക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടോ, മീറ്ററല്ല കേസെല്ലാം പുതിയതാക്കിയിട്ട് ചെയ്തതാണ്. പിന്നെ ഹാൻഡിൽ പെയിൻ്റ് അടിച്ചു. അതുപോലെ റിയറിലോട്ട് വരുമ്പോൾ സീറ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീറ്റിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് കണ്ടു നോക്ക്. അതുപോലെ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നൈസായിട്ട് വണ്ടി അങ്ങ് പെയിൻറ്റ് ചെയ്തെടുത്തു. അതുപോലെ ഈ ഒരു ഹിമാലയൻ്റെ ഇൻഡിക്കേറ്ററാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് പിന്നെയുള്ള ചേഞ്ചസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. എന്തായാലും ഞാൻ 100% ഹാപ്പിയാണ് ഈ ഒരു വർക്കിൽ. അപ്പോൾ ഞാൻ ഇവിടെ 1-2 സ്ക്രാച്ചുകളുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്കിന് ഇറക്കിയത്. പക്ഷേ വർക്കെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഇങ്ങനെ ആയിട്ട് വണ്ടി. ബിൽഡ് ഇറ്റ് യുണീക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾ പറ. അപ്പോൾ ഇതാട്ടോ വണ്ടിയുടെ ആ ഒരു ഓടിക്കുമ്പോഴുള്ള ആ ഒരു ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു വ്യൂ. എങ്ങനെയുണ്ട് വണ്ടി പണി കഴിഞ്ഞപ്പോൾ? എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? എക്സ്പെൻസ് മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നതാണ്. വലിയ രീതിക്കൊന്നും ഇല്ല, എന്നാലും ഇനി ഇതിൽ അതും കൂടെ കുത്തി കയറ്റണ്ട എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ലുക്ക് ഇടപെടൽ മാറി എന്നുള്ള കാര്യം എനിക്കും കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. 100% സാറ്റിസ്ഫൈ ആണ് ഈ ഒരു വർക്കിൽ. എനിക്കുള്ളൊരു സങ്കടം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ഒരുപാട് വണ്ടികൾ ഇറങ്ങും കേട്ടോ. ആ ഒരു കാര്യത്തിൽ മാത്രമാണ്. അത് നമ്മുടെ ഉനൈസ്, അതുപോലെ നമ്മളെ റമീസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചടപ്പ് മാത്രമാണ് വണ്ടിയിലുള്ളത്. ഇനിയുള്ളവർക്ക് ഇത് എടുക്കാൻ വളരെ ഈസിയാണ്. ഈ ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാം ഈ ഒരു ഡിസൈൻ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ചെറിയൊരു സങ്കടമുള്ളത് നമ്മുടെ ഈ ഒരു കിച്ചൺ. അപ്പോൾ ഇനി ഇതിൽ ഈ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ടാങ്കിൻ്റെ ആ ഒരു സൗണ്ട്, അത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആ ഒരു ഡബിൾ ടാപ്പ് ഒട്ടിച്ച് വെച്ചെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നാണ് ആ ഒരു ശബ്ദം. ഈ ഒരു സ്വിച്ച് എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു മൾട്ടിപ്പിൾ ലൈറ്റിൻ്റെ ആണ്. അതായത്
വൈറ്റും ഫോഗി ആയിട്ടുള്ള ആ ഒരു കളറും കൂടെ വരുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിൽ. ആ ലൈറ്റ് ഞാൻ വെക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്ക് ഹെഡ് ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഒരു നിശ്ചിത ദൂരം വരെ കാണാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു നിശ്ചിത ദൂരം, അതും അത്രയ്ക്ക് ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ പെട്ടെന്നൊരു കുഴിയൊക്കെ കാണുവാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ആ ഒരു കുഴി നമ്മളെ വണ്ടി ചാടി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ നൈറ്റ് പ്രത്യേകിച്ച് ലോങ്ങൊക്കെ അടിക്കുമ്പം നൈറ്റാണ് മെയിൻ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു മിസ്സിങ് മനസ്സിലാവുക. അപ്പോൾ ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത ശേഷം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവമൊക്കെ ഓക്കെയാണ്, വണ്ടി പെർഫെക്റ്റാണ് ആ ഒരു കാര്യത്തിൽ. ആ ഒരു വ്യൂവിൻ്റെ കാര്യത്തിൽ, നൈറ്റ് വ്യൂവിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഓർമ്മ വരുന്ന സംഭവം നുള്ളി പെറുക്കി പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് എഫ്സെറ്റിൻ്റെ ആണ്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു പഴയ ഹാൻഡിൽ ബാർ തന്നെ വേണമെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഹാൻഡിൽ ബാർ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ചേഞ്ച് ചെയ്യുമ്പം AGP ഒക്കെ ഈ ഒരു നാക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ട് ഞാനിത് പെയിൻ്റ് അടിച്ചിട്ടു. ഹാൻഡിലൊക്കെ ക്വാളിറ്റി മാറിയിട്ടുണ്ട്, അതുപോലെ കംഫർട്ടും അടിപൊളിയായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇപ്പോഴായിട്ടൊന്ന് ഫ്രീ ആയ വീഡിയോ എടുക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ പറ. ഇപ്പം ഞാൻ ഈ ഒരു വണ്ടി കാണിക്കുന്ന സമയത്തൊന്നും ഈ ഒരു ഡിസൈനിൽ ഈ ഒരു വണ്ടി മാത്രമേ കാണത്തുള്ളൂ. ഒരു 99% ഈ ഒരു വണ്ടി മാത്രമേ കാണത്തുള്ളൂ, ഈ ഒരു സെയിം ഡിസൈനിലും ഈ ഒരു സെയിം ഗ്രാഫിക്സിലും. പക്ഷേ ഈ ഒരു വീഡിയോ ഫോട്ടോ എല്ലാം ഞാൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വണ്ടി ഇറങ്ങും. അതാണ് കേട്ടോ പിന്നെ ഒരു സങ്കടമുള്ളത്, ചെറിയൊരു സങ്കടമുള്ളത്. അതായത് അതങ്ങനെയാണ് ഏതൊരു വണ്ടിയും, നമ്മളൊരു എത്ര പുതിയ ഡിസൈൻ എടുത്തു കഴിഞ്ഞാലും ഈ ഡിസൈൻ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പീസ് ഇറങ്ങാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. ഇതുവരെ ഈ ഒരു ഡിസൈനൊന്നും പുറത്തൊന്നും പോയിട്ടില്ല. നമ്മളെ വണ്ടിയിലാണ് ആദ്യം ഈ ഒരു ഡിസൈൻ ചെയ്ത് നമുക്ക് അനസ് വരച്ച് തന്ന ആ ഒരു ഡിസൈൻ. അപ്പോൾ ഇതിനും അത്യാവശ്യം പ്രൈസ് ആയിട്ടുണ്ട് ഈ ഒരു സംഭവം വരച്ചെടുക്കാൻ. ലൈറ്റ് നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ട് ഈ ഒരു സംഭവം ഫ്ലാറ്റാക്കി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തു. നമ്മുടെ കിക്കറിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഇതിൽ പോയി തട്ടുന്ന പ്രശ്നം. അപ്പോൾ കിക്കർ ചേഞ്ച് ചെയ്തു. പിന്നെ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ 1250 ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ്. അത് ഒരു 4 പീസിന്, അത് ഒറിജിനൽ സാധനമാണ്. അതുപോലെ എൻ്റേതായിട്ട് ഞാൻ കുറച്ച് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ഒരു ഗ്രിപ്പ് സെറ്റിൻ്റെ ഗ്രിപ്പാണ് ചെയ്തത്. ഈ ഒരു സൈഡും അതുപോലെ ഈ ഒരു സംഭവം നമ്മുടെ മാസ്ട്രോൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മീറ്റർ അടപടല ചേഞ്ച് ചെയ്തു കേട്ടോ, മീറ്ററിൻ്റെ കേസ് ചേഞ്ച് ചെയ്തു. അതുപോലെ മീറ്റർ ഫുള്ള് വർക്കാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ന്യൂട്രൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു സംഭവം കേടായി പോയിട്ടുണ്ടായിരുന്നു, അതായത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതിനുള്ളിലത്തെ. വേറെ എന്തോ ഞാൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളത് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രാഷ് കാർഡ് എങ്ങനെയുണ്ട്, അതൊരു ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ലേ, എനിക്കിഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ അവനോണ്ട് അത് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ സംഭവമാണ്. അതുപോലെ അതൊക്കെയാണ് കേട്ടോ, ഞാൻ ഓരോന്ന് മറക്കുവാണ്. അതാണ് ഞാൻ ഓർമ്മ ആവുന്ന സമയത്ത് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോദിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമ്മൾ തൊള്ളോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. പിന്നെയും വണ്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടി വിട്ടുപോകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന നമ്മുടെ വീഡിയോസിലെല്ലാം സംഭവങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.